തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷ് ഭരണകൂടവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളൊരു വിഭാഗം. അത് വളരെ നിഷ്ഠൂരമായൊരു ചൂഷണം, വംശീയ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉൾപ്പെടെ തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അതിൻ്റെ ആ രൂപത്തിൽ വലിയ സമരപാരമ്പര്യമുള്ള ഒരു വിഭാഗം സ്വാതന്ത്ര്യത്തിന് ശേഷം തങ്ങളുടെ സ്ഥിതിയിൽ സേവനവേതന വ്യവസ്ഥകളിൽ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ പുതിയ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ച് റെയിൽവേ തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായി. ആ പ്രതീക്ഷയുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം 1947 വർഗീയ ലഹളകൾ ഉത്തരേന്ത്യയിൽ നടമാടുമ്പോൾ, വലിയ കൊലകൾ നടക്കുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ വണ്ടി ഓടിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി ഒരു റേഡിയോ സന്ദേശം വഴി ആവശ്യപ്പെടുകയാണ്, ഈ സംഘർഷ മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വണ്ടികൾ ഓടിക്കാൻ രാജ്യത്ത് നിന്നെമ്പാടും വോളണ്ടിയേഴ്സായിട്ട് സേവനമനുഷ്ഠിക്കാൻ ആളുകൾ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അഭ്യർത്ഥന കേട്ട ഉടനെ തന്നെ അന്നത്തെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ അനന്ത നമ്പ്യാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആലോചിക്കുകയും 180 ഡ്രൈവർ ഫയർമാൻമാർ അവർ 3 ബാച്ചുകളായി ഈ അതിർത്തി പ്രദേശങ്ങളിൽ അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് പണിയെടുത്തു. അവരെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി അന്ന് യൂണിയന്റെ പ്രസിഡന്റായിരുന്ന കല്യാണ സുന്ദരത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷിയെയും പ്ലെയിനിൽ അവിടെ എത്തിച്ചിട്ടാണ് അവരെ അവരുടെ പ്രയാസങ്ങൾ അതിജീവിക്കാൻ അവരെ സഹായിച്ചത്. ആ രൂപത്തിലുള്ള അത് ഈ പുതിയ സർക്കാരിനുള്ള പുതിയ രാഷ്ട്രത്തിലുള്ള വലിയ വിശ്വാസമാണ് അത്തരം ഒരു സേവനത്തിന് ഈ തൊഴിലാളികൾ തയ്യാറായത്. എന്നാൽ നേരെ മറിച്ച് 48 ഇതേ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ സമരം ചെയ്യുകയും ഇതേ ഡ്രൈവർ ഫയർമാൻമാർ ജലാർപ്പെട്ട് നിന്ന് വണ്ടി പോകുന്നതിന് ഈ അനിശ്ചിതകാലത്തേക്ക് ജോലി ചെയ്യാൻ വയ്യ, അത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടും സമാന്തരമായിട്ട് നടന്ന കാര്യമാണ്. എന്നാൽ അതിനെ നിരോധിക്കുക മാത്രമല്ല, യൂണിയനെ നിരോധിച്ചു, യൂണിയൻ ഓഫീസ് സീൽ ചെയ്തു. ഈ വോളണ്ടിയേഴ്സായി പോയി പണിയെടുത്തവരടക്കമുള്ള ഡ്രൈവർ ഫയർമാൻമാരെ 100 കണക്കിന് ആൾക്കാരെ ആ സമരത്തിൽ പിരിച്ചുവിടുകയും ചെയ്തു. അതാണ് ഒന്ന്. അതിനുശേഷം ഒരവസ്ഥ, അത് 1ാം ശമ്പള കമ്മീഷനെതിരായിട്ടുള്ള സമരമായിരുന്നു. അത് ARF നിശ്ചയിച്ചു, അവർ പിന്മാറി. അപ്പോൾ ഈ യൂണിയൻ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ അത് നടത്തുകയായിരുന്നു, അവർ ഉറച്ചു വയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് 60-ൽ 2ാം ശമ്പള കമ്മീഷൻ വന്നപ്പോഴും ഇതേ അവഗണന റെയിൽവേ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുണ്ടായി. ആവശ്യാധിഷ്ഠിത മിനിമം അനുവദിച്ചില്ല, ശമ്പള പരിഷ്കരണം നൽകിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ ഒറ്റക്കെട്ടായി 5 ദിവസം സമരം ചെയ്തു. അപ്പോൾ 5 സമരം ചെയ്തു. അന്ന് 48-ല് 5 സമരം ചെയ്തു. ആ ഇതിലും അതിനെയും നിരോധിക്കുകയും എല്ലാവരെയും ജയിലിലടച്ച് പണിമുടക്കിയവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കോടതികളിൽ കൊണ്ടുപോയി സമ്മറി ശിക്ഷ കൊടുക്കുന്ന സമീപനമാണ് ചെയ്തത്. ആ രൂപത്തിൽ അതിനെതിരായിട്ട് അന്ന് പാർലമെന്റിലടക്കം ഒരുപാട് ഒറ്റപ്പാടൊക്കെ ഉയർത്തിയതാണ്. ഫിറോസ് ഗാന്ധി അടക്കരെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് ആ നീതി ലഭിച്ചില്ല. അതിനുശേഷം 68-ൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ ഒന്നടങ്കം അവിശ്വാസിത മിനിമം ആർബിട്രേഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. അതിനെയും വെടിവെച്ചും പിടിച്ചുവിട്ടും അടിച്ചൊതുക്കിയും ആണ് നേരിട്ടത്. ഈ അനുഭവങ്ങളിലുള്ള ഒരു റെയിൽവേ തൊഴിലാളികൾ സ്വയം പഠിക്കേണ്ടി വന്ന ഒരു പാഠം, ഈ 2 ഫെഡറേഷനുകളും തങ്ങളുടെ താല്പര്യത്തെക്കാൾ ഗവൺമെന്റുമായി ഒത്തുപോകുന്നതിനാണ് ശ്രമിക്കുന്നത്. ആ ഗവൺമെന്റ് അങ്ങനെയുള്ള സമീപനത്തിൽ നിന്ന് ഇവരിൽ നിന്നൊരു ഉറച്ച നിലപാടോ ഈ സമരങ്ങൾ വിജയിപ്പിക്കുന്നതിന്
ആവശ്യമായിട്ടുള്ളൊരു ഇച്ഛാശക്തിയോ ഉണ്ടാകില്ല എന്ന് തൊഴിലാളികൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് 65-67 ഫയർമാൻ കൗൺസിലും ആ നിലയിൽ സിക്ക് ലീവ് സമരം തുടങ്ങിയിട്ടുള്ള സമരം. ഇവിടെ നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടുള്ളതുപോലെ അതും അടിച്ചമർത്തപ്പെട്ടു. എല്ലാവരെയും DAR ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ നോക്കി. എല്ലാവരും ആ രൂപത്തിൽ പണിമുടക്കുന്നവരെ പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായി, ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. സ്വാതിയൊക്കെ ആദ്യത്തെ സമരങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്ത് ഷിമോഗയിലേക്കാണ്, അതായത് തൃശ്ശീനാപ്പള്ളിയിൽ നിന്ന് ഷിമോഗയിലേക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലിനെ ഈ ഘട്ടത്തിൽ ഈ പുതിയ സ്വന്തമായ സംഘടനകൾ രൂപീകരിച്ച് പ്രതിരോധിക്കുന്ന സമയം വന്നപ്പോൾ തൊഴിലാളികൾ അതിനെ സ്വയം പ്രതിരോധിക്കാൻ പഠിക്കുകയും അതിൽ നിന്ന് അഖിലേന്ത്യാ ലോക്കൽ സ്റ്റാഫ് അസോസിയേഷനിൽ അതിൻ്റെ 70 ആഗസ്റ്റിലെ വിജയകരമായ സമരത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ആ രൂപത്തിൽ ഇത് മറ്റ് കാറ്റഗറികളിലും വലിയൊരു ഉത്സാഹം ഉണ്ടാക്കുകയും തൊഴിലാളികളിലാകെ സമരത്തെ ഒരു അനുഭാവം, ഈ ദുസ്ഥിതി, അന്നത്തെ ദുസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ആളുകൾക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇല്ല, വളരെ പരിമിതമായ ശമ്പളമാണ്. റെയിൽവേ ജീവനക്കാർ വട്ടിപ്പലിശക്കാരുടെ അടിമകളായിരുന്നു. അവരാണ് ശമ്പളം വാങ്ങിയാൽ അവർക്ക് പൈസ കൊടുക്കുക, പിന്നെ അവർ കൊടുക്കും റേഷൻ വാങ്ങാൻ, അവർ കൊടുക്കും വണ്ടിക്ക് പോകാനുള്ള കാശ്. അപ്പോൾ അവരുടെ ആധിപത്യമായിരുന്നു റെയിൽവേയിൽ നിലനിന്നിരുന്നത്. വേറെ ഒരു ആനുകൂല്യമില്ല. ഒരു ഡ്രൈവറോ ഫയർമാനോ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ 3 ദിവസത്തേക്ക് വീട്ടിലെ കാര്യം നോക്കണം, പോയി വരുന്നവരെ ചെലവിനുള്ള കാശ് കയ്യിരുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള അങ്ങേയറ്റത്തെ സാമ്പത്തികമായ പട്ടിണി ഞെരുക്കം തൊഴിലാളികൾ അനുഭവിച്ചിരുന്നത് കൊണ്ട് ഇതിനെ ഏത് രൂപത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിന് ഈ ഫയർമാൻ കൗൺസിലും പിന്നെ റണ്ണിംഗ് സ്റ്റാഫിന്റെ രൂപീകരണത്തോടും ഒരു പുതിയ വഴി തുറന്നു കിട്ടിയപ്പോൾ രാജ്യത്തെമ്പാടും പലതരത്തിലുള്ള സംഘടനകൾ ചെറുതും വലുതുമായിട്ട് രൂപീകരിക്കുകയും അവര് ഇത്തരത്തിൽ സ്വന്തമായി ഓരോ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ മൊത്തത്തിൽ അന്നത്തെ സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ വിലക്കയറ്റം അങ്ങേയറ്റം ദുസ്സഹമാകുന്നു. ആ രൂപത്തിൽ ഒരുപാട് വിലക്കയറ്റം ഉണ്ടാകുന്നു, കിട്ടുന്ന ശമ്പളം വർദ്ധിക്കുന്നില്ല. ഈ രൂപത്തിലുള്ള ദുരിതം വന്നപ്പോൾ അതിനിടയിലാണ്